അമ്മയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു സെഗ്മെന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി വിശേഷങ്ങൾ. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി വിശേഷങ്ങളിൽ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ, എൻ്റെയും ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ പത്തരമാറ്റിലെ ജലജ. പത്തരമാറ്റിലെ ജലജ എന്ന് പറഞ്ഞ മാത്രമല്ല, അവരുടെ സ്വന്തം പേര് സ്മിത സാമുവൽ. സ്മിത സാമുവലിന് സ്വാഗതം. ഹായ്. ഹായ് അമ്മയോ. ഹായ്. ഹലോ. ഹായ്. ഹായ്. സുഖാണോ? ഉറപ്പായിട്ട് സുഖമാണ്. ഓക്കെ. ഇത്തിരി നേരം ഒത്തിരി വിശേഷങ്ങളുമായി അമ്മയുടെ ലോകത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയങ്കരിയായ സ്മിതയാണ്. അപ്പം സ്മിതയുടെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്മിതയെ ഏറ്റവും കൂടുതലും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അറിയുന്നതും എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പത്തരമാറ്റ് എന്ന സീരിയലിലെ ജലജ എന്ന കഥാപാത്രമാണ്. അപ്പൊ ജലജയെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും കൊല്ല കാത്തിരിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് അത് കാണുന്ന സീരിയലാണ് എല്ലാവർക്കും അറിയാം. അപ്പോ എന്താണ് പത്തരമാറ്റിലെ ജലജയുടെ കുറച്ച് വിശേഷങ്ങള്? പത്തരമാറ്റ് ഇപ്പൊ പത്തരമാറ്റ് 3 വർഷത്തോളമായി. 3 വർഷം കടന്നു പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോ ജലജ എല്ലാ പ്രേക്ഷകർക്കും ഒരു വില്ലത്തി കഥാപാത്രം ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. കാരണം ഞാനും എൻ്റെ മോനും ഒരു ടോമാഞ്ചറി കളിയാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും ഏറ്റവും ഒടുവിൽ കുളമാകും. നമുക്ക് തന്നെ പറയാവും, നമ്മൾ തന്നെ അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കാം. അപ്പൊ ഒരു കുറച്ച് കോമഡിയും കൂടെ ഉണ്ട്. എന്നോട് ചിലർ ചോദിച്ചു, ജലജയ്ക്ക് കോമഡി ക്യാരക്ടർ ചെയ്തുകൂടെ, തോന്നിയോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു പ്രേക്ഷകയാണേ. അപ്പൊ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, ഞങ്ങള് എണ്ണയിൽ തെന്നി വീഴുന്നു, തലയിൽ തേങ്ങ വന്ന് വീഴുന്നു. അപ്പൊ ചില സമയത്ത് എനിക്ക് തന്നെ ചിരിയും വരാറുണ്ട് ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ ഓരോ കോമഡി കാര്യങ്ങളൊക്കെ. അപ്പോ ജലജ എനിക്കിഷ്ടം. എന്റെ ഭയങ്കര മനസ്സിനോട് ചേർന്ന് ജലജ കാരണമാണ് എന്നെ ഒരു കുറച്ച് ആൾക്കാരെങ്കിലും. തീർച്ചയായിട്ടും ഈ പത്തരമാറ്റില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ പത്തരമാറ്റ് സീരിയൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ജലജ ഇല്ലെങ്കിൽ ആ സീരിയൽ ഇല്ല. അതാണ് സത്യം. ജലജ ഉണ്ടെങ്കിലേ ആ സീരിയൽ, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിനകത്ത് ഏറ്റവും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ജലജ. അപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അവാർഡിൽ പോലും, ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡിൽ പോലും നോമിനേഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ, അല്ലെ? അപ്പൊ എന്ത് തോന്നിയായിരുന്നു നോമിനേഷൻ? ഭയങ്കര പ്രൗഡായ ന്യൂ ഫേസിനാണ് കിട്ടിയത്. ഭയങ്കര പ്രൗഡ്. കാരണം ഏഷ്യാനെറ്റ് പോലൊരു ചാനലിൽ നമുക്കൊരു അവസരം കിട്ടും. അതും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കിട്ടിയ ചാൻസ്. അത് ഏഷ്യാനെറ്റിൽ തന്നെ കിട്ടിയോണ്ട് ഇത്രയും ലോകമെമ്പാടും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണോ പത്തരമാറ്റിൽ വരുന്നത്? അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, അതിനു മുന്നേ ഞാൻ സിനിമയും സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ഭാഗ്യമായിട്ട് കിട്ടിയ ഒരു ക്യാരക്ടറാണ്. അതിന് ഏറ്റവും വലിയ കാര്യമില്ലേ എന്ന് വെച്ചാൽ, ഇത്രയും വർഷം വരെ ഇങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കില്ലേ. അതും ഓരോ ദിവസവും കാണുമ്പോ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മണ്ണ് ഒപ്പം. എന്നാ അതിനൊപ്പം ഭയങ്കര ദുഷ്ടത്തിയാണ്. പ്രത്യേകിച്ച് കൂടെയുള്ള മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ് മുരളി അല്ലേ, അത് ഭയങ്കര കോമഡിയാണ് പുള്ളിക്കാരന്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം സീരിയൽ, ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഒരുപാട് പോവാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ആൾക്കാര് നമ്മളോട്, ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? സീരിയലിൽ കാണുമ്പോൾ ഞാൻ ഒരു വലിയൊരാളെ പോലെ, അപ്പൊ റിയൽ ലൈഫിൽ കാണുമ്പോ ജലജയോ മീൻസ് മനസ്സിലായോ? അതിനകത്ത് സാരിയും തലമുടിയൊക്കെ ബാക്കിലൊക്കെ പൊക്കിക്കെട്ടി കഴിയുമ്പോ അവരൊക്കെ വിചാരിച്ച് ഞാൻ പ്രായമുള്ള ഏതൊരു സ്ത്രീ ആയിരിക്കും. നമ്മള് നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവര് കാണുമ്പോൾ ഇത്രയും ചെറുതായിരുന്നു ജലജ. ഭയങ്കര അത്ഭുതത്തോടെ ചെയ്യുന്നത്. നമ്മുടെ പത്തരമാറ്റിൽ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ പ്രായത്തിനെക്കാട്ടി കവിഞ്ഞുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ കിട്ടിയത്. അത് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ചെയ്യണമല്ലോ, അല്ലെ? നമുക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ ഏതാണേലും നമ്മൾ അത് ചെയ്യണം. അയ്യോ എനിക്കിപ്പോ അമ്മായിമ്മ കിട്ടി അങ്ങനൊന്നും ഇല്ല. ഇനി അമ്മായിമ്മ കിട്ടിയാലും ഞാൻ ചെയ്യും. അത് എന്താന്ന് വെച്ചാൽ, അത് പറയാൻ കാരണം, നമ്മളിപ്പോ ഒരു ഇഗ്നോഗ്രേഷൻ ഫംഗ്ഷന് പോയിരുന്നു. ആ സമയത്ത് അവിടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞ്, ജലജയെന്ന് പറയുമ്പോ പെട്ടെന്ന് അയ്യോ ഇത്രയും കൊച്ചു പെണ്ണ ചോദിച്ചില്ലായിരുന്നു? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇടയ്ക്ക് നമ്മുടെ ആകാശിനോട് ഇരുന്നിട്ടേ, ആകാശ് അവന്റെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോയി.
അബി അബിയും ജലജ അങ്ങനെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അതില് ഭയങ്കര കരച്ചിലായിരുന്നു ആ ഇന്റർവ്യൂല്. എന്താണ് അതങ്ങനെ കരയാൻ കാരണം പറയാമോ? ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് കണ്ടപ്പോ അത് ഭയങ്കര ഫീൽ ചെയ്ത്. അങ്ങനൊന്നും ഇല്ല. നമ്മള് പിന്നെ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചു. അപ്പൊ നമ്മളോട് ഒരാളും മുഖത്ത് നോക്കിയിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വേറെ സംഭവമൊന്നും. അപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഓരോ കമന്റ് എഴുതുമല്ലോ ഇങ്ങനെ. നമ്മള് റിയൽ ലൈഫിൽ കാണുന്ന ഫേസ് അല്ല സ്ക്രീനില്. സ്ക്രീനിൽ കാണുമ്പോ നമ്മുടെ പൊട്ടും പൊടിയും എല്ലാ ആൾക്കാരും നോക്കി അവരവരെ പോലെ ഇരിക്കുന്നു, ഇവരെ പോലെ ഇരിക്കുന്നു, അങ്ങനെയുള്ള ഓരോ കമന്റ് വന്നപ്പോ എനിക്ക് ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. അത് കേക്കണം. എന്താണെന്ന് വെച്ചാ ഇത് ഏറ്റവും പറയാൻ പറ്റിയൊരു മുഹൂർത്തം ആയതുകൊണ്ടാണ് ആ കമന്റ് പറഞ്ഞേ പറ്റുള്ളൂ. ഏറ്റവും പറയാൻ പറ്റിയൊരു മുഹൂർത്തമാണ്. എന്തുകൊണ്ടെന്ന് അറിയാലോ? വിഷമിക്കാൻ കാരണം വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ വിഷമിക്കുന്നേ? ഭയങ്കര സുന്ദരിമാരല്ലേ. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അപ്പൊ ട്രാൻസ് വുമൺ ആയ ഞാൻ അടുത്തിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ട്രാൻസ് വുമൺസിന് ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരില്ലേ. അപ്പം അവരുടെ ഒരു ഇതെന്ന് പറയുന്നതിന് വേറൊരു രീതിയാണ്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞാ സന്തോഷിക്കല്ലേ വേണ്ടത്? ആണോ? അതിനിപ്പോ എന്താ? ആ സമയത്ത് ഓക്കെ, ഓരോ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് ഞാൻ ഫീൽ അടിച്ചതായിരിക്കും. ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയാണ്, നല്ല ഇതാണ്. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. നേരിട്ട് ഭയങ്കര ഒരു എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ഇത്രയും പാവമായ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര പാവമാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്. മറ്റുള്ള ഇപ്പൊ ഏറ്റവും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ആ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫ്രണ്ട്സിനൊക്കെ ഉപദേശം കൊടുക്കും. എടി നീ ഇങ്ങനത്തെ ഡ്രസ് ഇടണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പിടണം, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കും. അതിനെ കുറിച്ച് ഇപ്പൊ ജലജയുടെ ഓർണമെന്റ്സും സാരിയും ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പൊ ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ അഭിനയത്തിനെക്കാട്ടി കൂടുതൽ പറയുന്ന കോസ്റ്റ്യൂം അടിപൊളിയാണ്. അപ്പൊ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ കോസ്റ്റ്യൂം ഒന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർക്ക് അതൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടായികയുണ്ടാവും അല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, എനിക്ക് സമയം എപ്പോഴും കാണാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. ആ സമയത്തൊക്കെ പറയും, അമ്മയ ഒന്ന് അല്ലെങ്കിൽ ഹെയർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ചെരുപ്പ് ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. നമ്മളെ കെയർ ചെയ്യാൻ ഒരു കൂട്ടുകാരി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി അടുത്ത ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ, ഫാമിലി എങ്ങനെയാണ്? ഫാമിലി എന്തൊക്കെ? നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ഷക്കീൽ, മോൻ അബ്രാർ. മോൻ ഇപ്പം 5th പോണു. ഹസ്ബൻഡ് എത്രയില് പോകുന്നു? 5th പോകുന്നു. അപ്പൊ എത്ര വയസ്സ്? ഇപ്പം 9 വയസ്സ്. 9 വയസ്സായ മോനുണ്ട്. കണ്ടാ പറയൂ. അപ്പൊ ഇപ്പൊ ഇനി 10 വയസ്സാവുന്നു. ഹസ്ബൻഡ് കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. എനിക്ക് ഫാദറും മദറും അവരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. 9 വയസ്സായ മകനാണുള്ളത്. പക്ഷെ പത്തനംതിട്ടയിൽ എത്ര വയസ്സായ മകനാണുള്ളത്? 10, 26 വയസ്സ്, 29 വയസ്സായ മകന്റെ ഒരു അമ്മയാണ് ജലജ. അത്രമാത്രം മേക്ക് ഓവറാണ് ആ സീരിയലിലേക്ക് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത്, നമ്മളിപ്പോ പത്തനംതിട്ട മാത്രല്ല പുതിയ സീരിയലുകളിലൊക്കെ ഓഫറുകളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ പുതിയ സീരിയലിലേക്ക് ഇനി ഓഫർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അടുത്ത പ്രോജക്ട്? ആദ്യ സമയത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാനലിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം ചെയ്യാം, ക്ലിയർ ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഇനി അവസരങ്ങൾ കിട്ടിയാൽ ചെയ്യണം. പക്ഷെ ഇപ്പൊ അവസരങ്ങൾ കുറവാണ് വരുന്നത്. നമ്മളെ ഇനി വിടൂല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാരും ചോദിച്ചു. പിന്നെ മാസത്തിൽ ചിലപ്പോ 10 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ ഒക്കെ ആയിരിക്കുമല്ലോ ഷൂട്ട് വരുന്നത്. അപ്പൊ ആ ഷൂട്ട് വരുന്ന സമയത്ത് വീട്ടിൽ നിന്നും കുറച്ച് മാറി നിൽക്കുമ്പോൾ വീട്ടിൽ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം മകൻ, ഹസ്ബൻഡ് അവരെയൊക്കെ കുറച്ച് പിരിഞ്ഞു നിൽക്കുന്നു കുറെ ദിവസം. എന്നാ നേരെ തിരിച്ച് നമ്മൾ ലൊക്കേഷനിൽ നിന്നും പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്താണ്? രണ്ടും വേദനയാണ്. ഞാന് ലൊക്കേഷനിലോട്ട് പോകുന്നതിന്റെ 2 ദിവസം മുന്നേ കട്ടിലേക്ക് കയറി കിടക്കും. അയ്യോ എനിക്ക് വയ്യ, അറിയാലോ എന്റെ സ്വഭാവം. അയ്യോ ടെൻഷനാവുന്നു. അതിന്റെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. സാരിയും ബ്ലൗസും ഓർണമെന്റ്സും എല്ലാം റെഡിയാക്കാൻ ഓടും. അപ്പൊ മോനെ പിരിയുന്നതിന്റെ, വീട്ടിൽ നിന്ന് വരുന്നതിന്റെ വിഷമം, പത്തനംതിട്ട വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരുന്നതിന്റെ വിഷമം. മനസ്സിലായി? നമ്മൾ ഒരു സ്ഥലത്ത് പോയി ആ കംഫോർട്ടിൽ ഇച്ചിരി ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇനി വീട്ടിൽ പോയിട്ട് ഇനി അറിയാലോ, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴാണല്ലോ വീട്ടിലെ എല്ലാ കാര്യവും ഓർക്കുന്നത്. അവിടെ വൃത്തിയാക്കണം, ഇവിടെ വൃത്തിയാക്കണം, അതടയ്ക്കണം, ഇതടയ്ക്കണം. അപ്പൊ എല്ലാം കൂടെ തലയിലോട്ട് വരും.
അല്ല, എനിക്കത് വീണടം വിഷ്ണു ലോകമാണ് എന്റെ സ്വഭാവം. എനിക്ക് മനസ്സിലാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏത് സ്ഥലത്ത് നിന്നോ അതുമായിട്ട് ഞാനങ്ങ് മോൾഡായിട്ട് നിൽക്കും. പക്ഷെ അവിടുന്ന് പറിച്ചു നടൽ എനിക്ക് കുറച്ച് പാടാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ പത്തരമാറ്റിലെ ജലജയുടെ ആ ഒരു കഥാപാത്രം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആ ദുഷ്ടത്തിൽ നിന്നായി തന്നെ ഭയങ്കര ഞാനാണ് അബി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അതിനകത്ത് ദേവയാനി. ദേവയാനിയോട് ദേഷ്യപ്പെട്ടത്. ദേവയാനി എപ്പോഴും ഇങ്ങനെയാണല്ലോ, കുലീനതയാണല്ലോ ദേവയാനി. ഒന്ന് പറഞ്ഞു. ആദർശിന്റെ കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കാം. ഇത്രയും നേരമായിട്ട് അടുക്കളയിൽ ആഹാരം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നോ? അവിടെ എന്തെല്ലാം ജോലിയുണ്ട്, ഒന്ന് ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൂടെ? ഏട്ടത്തി അല്ലേ പറഞ്ഞത് ഫുഡ് പിന്നെ ഇന്നലെ തന്നെ ഉണ്ടാക്കാം, പിന്നെ എന്നോടൊന്നും ചെയ്യണ്ടെന്ന് ഏട്ടത്തി തന്നെയല്ലേ പറഞ്ഞത്? എന്തുണ്ടെങ്കിലും പാവം ആ നയനയിട്ട് നിനക്ക് ജോലി ചെയ്യിപ്പിക്കണമെന്നാണ് അല്ലേ? നയനയിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്റെ ഒരു ഹോബിയാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം? സത്യമായിട്ടും കഥാപാത്രമായി കേട്ടോ. അപ്പൊ അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, സൂപ്പർ. അതായത് റിയാലിറ്റി ഇതാണ് കേട്ടോ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. പറയുമ്പോ പെട്ടെന്ന് വരുന്നതാണല്ലോ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പല സ്ഥലങ്ങളിലും ഗസ്റ്റ് ആയിട്ടൊക്കെ ഇപ്പൊ പോവാറുണ്ടല്ലോ. അപ്പോ ഒരുപാട് ഗസ്റ്റ് പ്രോഗ്രാമുകൾക്ക് വിളിക്കാറുണ്ട്. അപ്പോ ആക്ച്വലി ഈ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ, ഇപ്പൊ ഏതോ സ്ഥലത്തേക്ക് ഗസ്റ്റ് ആയിട്ട് പോണോന്ന് പോലെ റെഡിയാണ്. അപ്പൊ അങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴേ പോകുന്ന സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ആൾക്കാര് പോകുമ്പോ ഉണ്ടാവുന്ന പ്രത്യേകതകൾ, അങ്ങനെ ആൾക്കാര് പ്രത്യേകതകൾ എന്താണ്? ഓ, ജലജ വന്നു, ജലജ എന്നുള്ളൊരു സന്തോഷം. പിന്നെ എല്ലാരും ഇങ്ങനെ പറയും, അയ്യോ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, സെയിം. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് അറിയാം, അതൊന്നും അല്ല. അപ്പൊ ഈ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും പല സ്ഥലത്ത് ഉദ്ഘാടനം മാത്രമല്ല, പല ഈ വേദികളിലൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ നേരത്തെ കുട്ടി പ്രിപ്പയർ ചെയ്യോ, അതോ അപ്പോഴും കിട്ടുന്ന കാര്യങ്ങളാണോ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ പണ്ട് തൊട്ടേ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. ഹൈറ്റ് പേടിയാണ്. അപ്പൊ ഞാനത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്റെ ഫിയർ മാറ്റാൻ. അങ്ങനെ സ്റ്റേജ് ഫിയർ മാറി. എന്നാലും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആരാ എന്നെ വിളിച്ചത്, ഏത് സംഘാടകരാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിച്ചു വെക്കും. അപ്പൊ ഏതുവരെ പഠിച്ചു? ഞാൻ BSc നേഴ്സാണ്. BSc നേഴ്സാണ്. ഞാൻ ദുബൈയില് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമായിരുന്നു 5 വർഷം. നഴ്സിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ആയിരുന്നു. പക്ഷെ നഴ്സിംഗിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചോദിക്കും, വാട്ട് ആർ യു ഡൂയിങ് ഇൻ നഴ്സിംഗ്, യു ഷുഡ് ബി ഇൻ സിനിമാസ്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ എഴുതി തരൂലേ, പോരാൻ നേരത്ത് ആ ബുക്കിൽ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ആ പേഷ്യന്റിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാകാൻ എനിക്ക് എനിക്കിഷ്ടമാണ്. പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആകുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പണ്ട് സിനിമയില് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടേ. അന്ന് ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മറുക് ഉണ്ടായിരുന്നു. ആ മറുക് ജന്മനാ കിട്ടിയതായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. എന്തിനാണ് ആ മറുക് കളഞ്ഞത്? എനിക്കത് എന്റെ എല്ലാവരും, എന്റെ വീട് പത്തനംതിട്ടയാണ്, വടശ്ശേരിക്കര. അപ്പൊ മൂക്കത്ത് മറുകുള്ള സ്മിത എന്നാണ് എന്റെ നാട്ടിലുള്ള പേര് തന്നെ. അത് ഭയങ്കര രസമായിരുന്നു. ഏജ് ആവുന്നതോറും ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ഞാൻ ആകാശഗോപുരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാൻ പോയി. അപ്പൊ അതിന്റെ ക്യാമറാമാൻ പറഞ്ഞു, സ്മിത ഇത് എടുത്ത് കളയണം, നമ്മൾ ഈ ക്യാമറയുടെ കണ്ണും കൊണ്ട് നടക്കുമ്പോൾ അത് മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിനക്ക് നല്ല അവസരങ്ങൾ. അങ്ങനെ ഫസ്റ്റ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരാഴ്ച ഇത് എടുത്ത് കളയും, ലേസർ ചെയ്തിട്ട്. അതുകൊണ്ട് എന്നെ ആരും പിന്നെ അതറിയാവുന്ന എന്റെ കുഞ്ഞിലുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ ആർക്കും അറിയില്ല. നിനക്കറിയാമെന്ന് തോന്നുന്നു. അപ്പോഴേ ഞാൻ അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഫീലിംഗ് ആവാൻ വേണ്ടിട്ടല്ല, പല സമയത്ത് ഒരുപാട് മോനെ അടുത്ത് കിട്ടാത്തതിന്റെ വിഷമവും പറയാറില്ലേ? ഞാൻ പക്ഷെ ഭയങ്കര ഒരു കൂൾ മദറാണ്. എനിക്കിങ്ങനെ കുട്ടികൾ ഇന്ന ദിവസം ഇത്ര പഠിക്കണം, അങ്ങനെ അടിച്ചു പഠിപ്പിക്കുക, ഈ ഏജിൽ ഇത്ര ഇങ്ങനെയൊക്കെ ആകണം, അങ്ങനെ ഒന്നും എനിക്കില്ല. ഞാൻ സത്യത്തിൽ അവനെ പഠിപ്പിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ കേൾക്കുന്ന അമ്മമാർ എന്ത് വിചാരിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും അബ്രുവിന് അറിയാം, ഉത്തരം അറിയാം. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അന്നാ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മദറും അല്ല ഞാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യന് പെരുമഴയാണ്, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇപ്പോ വലിയൊരു സിനിമ അല്ലെങ്കിൽ വലിയൊരു സിനിമയിൽ അഭിനയിക്കാന്ന് എല്ലാവരുടെയും വലിയ ആഗ്രഹം, ബിഗ് സ്ക്രീനിലേക്ക് പോവാം.
അപ്പൊ അതിലൊരു ഭയങ്കര വലിയൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആയിരിക്കും അതിനെ ഇഷ്ടപ്പെടുക, അത് എങ്ങനെ ചെയ്യാതെ? അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷെ ഇപ്പം ഈ ഒരു സ്ഥിതിയിൽ എനിക്കൊരു ബിഗ് സ്ക്രീനിൽ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഓടി ചാടി അഭിനയിക്കും. തീർച്ചയായിട്ടും പിന്നെ അത് എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചെയ്യും. കാരണം പണ്ടൊക്കെ എനിക്ക് അഭിനയിക്കാൻ, ഞാനൊരു BSc നഴ്സാണ്, എനിക്ക് അഭിനയം എന്താണെന്ന് അറിയില്ല, എന്താണ് ക്യാമറ ഒന്നും അറിയത്തില്ല. ഞാൻ പല ഓഡീഷനും ചെല്ലാന്ന് പറഞ്ഞിട്ട് തലേ ദിവസം ചെല്ലാന്ന് പറഞ്ഞിട്ട് രാവിലെ വയറുവേദനയാണ്, എനിക്ക് പനിയാന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പേടിച്ചിരുന്ന ഞാനാണ് ഇപ്പം അഭിനയിക്കുന്നത്. അപ്പം കാണുന്നവര് ബിഗ് സ്ക്രീനിലേക്ക് നല്ല കഥാപാത്രങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും സ്മിതേനെ ചൂസ് ചെയ്യണം എന്ന് പറയാം. അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നല്ല കഥാപാത്രമായി വരിക അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വലിയ സിനിമകളിൽ വലിയ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനെ ഒരു തമാശ ക്വസ്റ്റ്യൻ ആണേ. നമ്മളിപ്പോ പത്തരമാറ്റിൽ ഇപ്പോ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചേർഡോ അല്ലെങ്കിൽ പ്രത്യേക കൈമുറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി, BSc നഴ്സിംഗ് അല്ലേ, അപ്പൊ പെട്ടെന്ന് എന്തായിരിക്കും അപ്പോഴും പെട്ടെന്ന് തോന്നുന്നത്? ഒരു എന്തായാലും നേഴ്സ് അല്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആണ്. അവിടെ ആരും നമ്മള് പത്തനംതിട്ടയിൽ കുറച്ച് അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൾസ് നോക്കും, ഹാർട്ട് ബീറ്റ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതാ, ഒരു നേഴ്സ് എന്ന് പറയുന്നത് മാലാഖയാണല്ലോ. ഡോക്ടറിനെക്കാളും കെയറിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നേഴ്സാണ്. അപ്പൊ നേഴ്സ് ദൈവത്തിന് തുല്യമാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ ഓടിയെത്തുന്നത് നേഴ്സ് തന്നെയായിരിക്കും. അത് അവരുടെ മനസ്സിൽ നിന്ന് ഉൾബോധത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ? അങ്ങനെ വരില്ലേ? ഇപ്പൊ നമ്മള് ട്രെയിനിൽ പോകുമ്പോഴോ വഴി വെച്ചിട്ടോ അങ്ങനെ ഒരു ഞാൻ ഓടി ചെല്ലും. ലൈക്ക് അറ്റ്ലീസ്റ്റ് CPR കൊടുത്ത് രക്ഷപ്പെടും. അതാണ് ഞാൻ ചോദിച്ചത്, CPR കൊടുക്കണമല്ലോ. അതിന് നോളജ് ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഇടി അല്ല ഞാൻ ചോദിച്ചത്, സ്നേഹത്തിന് ഇടി ഉണ്ടാവാറുണ്ട്, എല്ലാ ഹസ്ബൻഡ് വൈഫ് ഇടി ഉണ്ടാവാറുണ്ടല്ലോ. എങ്ങനെയാണ് ഹസ്ബൻഡിനെ കുറിച്ച് 2 വാക്ക്? ഹസ്ബൻഡ് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. എത്ര വഴക്കുണ്ടാക്കിയാൽ 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് മിണ്ടും. അങ്ങനെ ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്മൾ തമ്മിൽ അടിയുണ്ടാകാറുണ്ട്, ഇടിയുണ്ടാകാറുണ്ട്. അതെല്ലാം എനിക്കങ്ങനെ ഷുഗർ കോട്ടിംഗ് ആയിട്ടൊന്നും പറയാൻ ഇഷ്ടമല്ല. വഴക്കുണ്ടാവാറുണ്ട്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. തീർച്ചയായിട്ടും ഫാമിലിയിൽ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് അഭിനയിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഇപ്പൊ ഫാമിലി അമ്മയും അച്ഛനും ആവാം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡ്, പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളും, അവരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വളർന്നു വരാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളാണ്. ഒരുപാട് അതിന് വലിയ ഭാഗ്യമല്ലേ? അപ്പോ ഇത്രയും അല്ല വിശേഷങ്ങൾ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്റെ വിശേഷം എന്റെ വിശേഷങ്ങള്, ഞാനൊരു അഭിനേത്രി ആയിരുന്നത് കൊണ്ടും ഞാൻ ഏഷ്യാനെറ്റിലെ തന്നെ പവിത്രം സീരിയലിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ആ കഥാപാത്രം ചെയ്തത് കൊണ്ടാണ് സീരിയലിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരുപാട് ചോദിക്കാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും. ഞാൻ നേരത്തെ ചോദിച്ചതാ, സീരിയലിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന അത് ഭയങ്കരമാണ്. നമ്മള് പത്തനംതിട്ട തീരാറായതുപോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വരുവാ. അപ്പൊ ഞാൻ ആലോചിക്കാം, നമ്മുടെ ഒരു ഫാമിലി അല്ലേ, നമ്മുടെ ജീവിതത്തിലെ 15 ദിവസം അവിടെയാണ്. നമ്മള് രാവിലെ ഒരു ഓഫീസ് ജോലി പോലല്ല, എല്ലാരും അഭിനയിച്ച് അപ്പുറത്ത് പോയിരുന്നു, ചായ കുടിക്കുന്നു, വർത്താനം പറയുന്നു. എന്തോ ഒരു നമ്മൾ പഴയ കോളേജ് കാലത്ത് നമ്മള് ക്യാമ്പസിൽ പോയ പോലത്തെ ഒരു അനുഭവം. എന്നെ പവിത്രത്തിൽ എന്നെ കൊന്നല്ലോ, അപ്പൊ ലോറി ഇടിപ്പിച്ച് കൊന്നപ്പോ ഞാൻ അതേ റൈറ്ററുടെ അടുത്ത് വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു, സാറ് എന്നെ കൊല്ലാതിരുന്നു, സത്യമായിട്ട് എന്നെ ഒന്ന് കൊല്ലാതിരുന്നു. ഏത് സിനിമയിൽ മോഹൻലാൽ ചോദിച്ചില്ലേ, ചിത്രത്തില്, അതുപോലെ സാറ് എന്നെ ഒന്ന് കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സാറ് പറഞ്ഞത്, മകളെ ഇതില് കഥാപാത്രം ഇത്ര തീരുന്നു, പക്ഷെ അടുത്ത സീരിയലിൽ ഇതിന് നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള എല്ലാ കഴിവും എനിക്കുണ്ടെന്ന് പറഞ്ഞു. അതിന് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അപ്പോ ഇത്രയും നേരം നമ്മൾക്ക് നല്ല അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ജലജയിൽ നിന്ന് അറിയാൻ പറ്റി, സ്മിതയിൽ നിന്നും അറിയാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇത്തിരി നേരം ഉള്ളുവെങ്കിലും ഒത്തിരി വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കണ്ട? എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? രഹസ്യം എന്താണ്? പറയൂ. എന്റെ മുടിയൊക്കെ പോയി കിടക്കുവാണ്. മുടി അതെല്ലാരും ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലായിരുന്നാലും പൊതുവെ പുറത്തുള്ള ആൾക്കാരായാലും ചോദിക്കുന്നതാ, അമ്മയുടെ മുടി എത്രയും. അപ്പൊ എന്റെ മുടി ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു സാധനം മുടിയാണ്.
സത്യമായിട്ടോ വൈപ്പല്ലേ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. വൈപ്പ് മുടിയാണോ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലട്ടോ, ഒറിജിനൽ ആണ്. വളർത്തുന്നത് മാത്രമല്ല, അത് കൃത്യമായിട്ട് അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ. ഇപ്പൊ ഒരു ചെടി നട്ടാൽ ആ ചെടിക്ക് വെള്ളം ഒഴിച്ച് അത് മരമായി അത് കായ്ച്ച് പൂത്ത് കായ്ച്ച് അതിൽ നിന്ന് ഫലം കിട്ടുന്നത് പോലെ വളം പ്രഷറോട് പറയൂ. അത് കൃത്യമായിട്ട് നമ്മൾ മുടി കെയർ ചെയ്യണം. പൊട്ടിപ്പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കുളിക്കുമ്പോ തോർത്തുമ്പോഴും ഒക്കെ നമ്മൾ മുടി പൊട്ടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കാളി അതുപോലെ എന്തെങ്കിലും ചെയ്ത് പക്ഷെ മുടി ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും എന്നോട് ചോദിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഓക്കെ, ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വലിയ വലിയ അവസരങ്ങൾ കിട്ടട്ടെ. വലിയ ആഗ്രഹം പോലെ തന്നെ വലിയ സിനിമയിൽ ബിഗ് സ്ക്രീനിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ബിഗ് സ്ക്രീനിൽ നല്ല കഥാപാത്രം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനുള്ള എന്തായാലും അതിനുള്ള ഭംഗിയുണ്ട്, അതിനുള്ള ടാലന്റും ഉണ്ട്. രണ്ടും വേണമല്ലോ. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും രണ്ടും ഉള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്മിത ആ ഒരു ഇതിലേക്ക് എത്തട്ടെ, കൂടെ ഞാനും. അപ്പൊ ഓക്കെ.